സാധാരണക്കാരായിട്ടുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നോ ഒരു പരിചയമില്ലാത്ത പല വ്യക്തികളുടെ കയ്യിൽ നിന്നോ ബന്ധുമിത്രാദികളുടെ കയ്യിൽ നിന്നോ ഒക്കെ നമുക്ക് പണം കടം മേടിക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ നമ്മൾ പലരുടെയും സാഹചര്യങ്ങൾ കണ്ട് മനുഷ്യത്വത്തിന്റെ പേരിൽ കടം കൊടുക്കേണ്ടതായിട്ട് വരും. അത് ചിലപ്പോൾ വീട് വെക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ്റെ സമയത്തായിരിക്കാം, അല്ലെങ്കിൽ കല്യാണ ആവശ്യത്തിനായിരിക്കാം, അതല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ പറ്റാണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വിഷമിക്കുന്ന സമയത്തായിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ റെൻ്റ് അടയ്ക്കാൻ സാധിക്കാണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും നമ്മൾ കടം കൊടുക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ഫ്രണ്ട്സിന്, അതുപോലെ തന്നെ കടം മേടിക്കുന്നുണ്ടായിരിക്കും. ബട്ട് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, ഈ കടം കൊടുത്തതിന് ശേഷവും കടം മേടിച്ചതിന് ശേഷം ഇവർ തമ്മിലുള്ള ആ ഒരു ഊഷ്മള സൗഹൃദം പിന്നെ നഷ്ടപ്പെട്ടു പോകുന്നത് കാണും. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഈ സൗഹൃദം നഷ്ടപ്പെട്ടു പോകുന്നത്? പിന്നെ ഇവർ തമ്മിലൊരു ശത്രുതാ മനോഭാവമാണ് പലപ്പോഴും കണ്ടുവരുന്നത്. സോ ഇതിന്റെ കാരണം എന്താണ്? കടം കൊടുക്കുന്നവനും കടം മേടിക്കുന്നവനും മിനിമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So this is Kiran CS. Once again, welcome back to KCS classes. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള പല വ്യക്തികളുടെയും ജീവിത സാഹചര്യത്തിൽ കടം മേടിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കയ്യിൽ പൈസ ഉള്ള വ്യക്തികളെക്കാൾ കൂടുതൽ കയ്യിൽ പൈസ ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളായിരിക്കും കടം കൊടുക്കുക. ഒരുപാട് കയ്യിൽ പൈസ ഉള്ള ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് തന്നെയായിരിക്കാം, അവരുടെ അടുത്ത് നമ്മൾ പൈസ കടം ചോദിച്ച് പോവാറില്ല. അധികം പൈസ പോലും കയ്യിലില്ലാത്ത നമ്മുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നായിരിക്കും നമുക്ക് കടം ഫൈനലി കിട്ടുക. അവർ ആ പൈസ തരുന്നത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാണ് നമ്മുടെ ഫ്രണ്ടുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ടുമായിട്ട്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അപ്പുറത്തുള്ള വ്യക്തിക്ക് ഇപ്പോൾ പൈസ ആവശ്യമുണ്ട് എന്നേക്കാൾ ഉപരി. സോ ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടും ചിലപ്പോൾ എൻ്റെ കയ്യിലുള്ള വല്ല ഗോൾഡോ മറ്റു കാര്യങ്ങളോ പണയപ്പെടുത്തി ആ പൈസ ആയിരിക്കും നമ്മൾ ഈ വ്യക്തിയുടെ ആവശ്യം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഈ കടം മേടിക്കുന്ന വ്യക്തി കാണുന്നുണ്ട്, ഇപ്പുറത്തുള്ള ഓപ്പോസിറ്റ് കടം കൊടുക്കുന്ന വ്യക്തിയുടെ കയ്യിൽ പൈസ ഇല്ലാണ്ട് ഗോൾഡ് പണയം വെച്ചിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മേടിക്കുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ടായിരിക്കും ഈ പൈസ മേടിക്കുക. അപ്പോൾ പറയും, എൻ്റെ ക്ലോസ് റിലേറ്റീവ് പോലും എനിക്ക് ഈ ഒരു പൈസ ചോദിച്ചിട്ട് കിട്ടിയില്ല, നിങ്ങളാണ് എനിക്ക് തന്നെ, ഈ വേറെ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ പൈസ മേടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ പൈസ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഒന്നൊന്നായിട്ട് കാണണ്ടേ. നമ്പർ 1, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. പലപ്പോഴും ഇവർ രണ്ടുപേരും ചിലപ്പോൾ ക്ലോസ് റിലേറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിന്റെ ഫ്രണ്ടായ വ്യക്തി പിന്നെ എന്തുണ്ടാവുക, നമ്മുടെ മെയിൻ ഫ്രണ്ടായി, ബിക്കോസ് നമുക്ക് പൈസ തന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നെക്സ്റ്റ് ചിലപ്പോൾ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ 2 ഫംഗ്ഷനോ ഒക്കെ നല്ല രീതിയിൽ കടം കൊടുത്ത് നമ്മൾ തിരിച്ചു കൊടുക്കുമല്ലോ, അങ്ങനെ പറഞ്ഞിട്ടാണ് മേടിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്ന കാര്യങ്ങളിൽ ഇവനെ കൂടി പരിഗണിക്കും, ഇവനെ കൂടി വിളിക്കും, അങ്ങനെ നമ്മുടെ മെയിൻ ഫ്രണ്ടായി മാറി. പിന്നെ എന്താണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ടല്ലേ ഈ മേടിച്ചേ. അപ്പോൾ അതിന് ശേഷം ചിലപ്പോൾ ഈ ക്ലോസ് സർക്കിളിൽ നടക്കുന്ന എന്തെങ്കിലും ഫങ്ഷൻ, കടം മേടിച്ച വ്യക്തിയുടെ തന്നെ ചിലപ്പോൾ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഇവൻ്റ് ആവാം, ചിലപ്പോൾ ഒരു പിറന്നാളാവാം, അല്ലെങ്കിൽ പല പല ഇവൻറ്റുകൾ നടക്കല്ലോ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ. എപ്പോഴും വീടുകളിൽ കുട്ടികളുടെ പേരിടൽ, അതല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി, അതുപോലെ തന്നെ ഒരുപാട് ഫങ്ഷൻസ്, അല്ലെങ്കിൽ ഓണം വരുന്നു, വിഷു വരുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവും. ഈ ഫങ്ഷൻസിലൊക്കെ ചിലപ്പോൾ ക്ലോസ് ഫ്രണ്ട്സിനെ ഒക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവിടെ വീടുകളിൽ നമ്മൾ പ്രോഗ്രാംസ് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നടത്തുന്ന പ്രോഗ്രാംസിൽ ഈ
കടം മേടിച്ച വ്യക്തി പിന്നെ എന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആരാണോ കടം കൊടുത്തത് ആ വ്യക്തിനെ ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ വിളിക്കും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിളിക്കും. അതിനുശേഷം ഈ പ്രോഗ്രാം കഴിഞ്ഞ അന്ന് തന്നെ ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ആയിട്ട് സ്റ്റോറി ആയിട്ടൊക്കെ കാണാൻ സാധിക്കും. ഇത് കാണുമ്പോഴാണ് ഈ കടം പൈസ കൊടുത്ത ആ വ്യക്തി അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഇതൊക്കെ കാണാണ്. അപ്പോൾ ചിലപ്പോൾ വൈഫ് ഈ കടം കൊടുത്ത വ്യക്തി അവൻ്റെ വീട്ടിൽ ഈ പരിപാടി കണ്ടല്ലോ, നിങ്ങൾ വിളിച്ചില്ലേന്ന് ചോദിക്കും. അപ്പോൾ പറയും വിളിച്ചില്ലേ, നിങ്ങൾ ഭയങ്കര അടിഞ്ചക്രിയായിട്ട് ആ ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങളല്ല പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് നിങ്ങളെ വിളിച്ചില്ലേ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് അവിടെ ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ കുറച്ചൊരു അകൽച്ച സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ചിലപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്ന വ്യക്തികളാണ്. അപ്പോൾ പൈസ മേടിച്ചു, അതിനുശേഷം പിന്നെ ഇത് കൊടുക്കേണ്ട സമയം ഉണ്ടാവും, ഏകദേശം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈം ആകുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ കൊടുക്കാൻ ഉണ്ടാവില്ല. ചിലപ്പോൾ പൈസ ഉണ്ടാകും, ബട്ട് നമുക്ക് വേറെ ആവശ്യങ്ങൾ അവിടെ വരാണ് ഈ പൈസ മേടിച്ച വ്യക്തി. അതിൻ്റെ കാരണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ഇവൻറ്റിന് ആ വ്യക്തിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസയുടെ കാര്യം ഡിസ്കസ് ചെയ്യേണ്ടി വരില്ലേ. ഇതൊക്കെയാണ് ഈ കാശ് മേടിച്ച വ്യക്തിയുടെ മനസ്സിൽ. അപ്പോൾ ഈ വ്യക്തിനെ ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിളിക്കുന്നുള്ളതാണ്. അത് കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് കടക്കാണ് ചെയ്യുക. അപ്പോൾ ഈ പൈസ കൊടുത്ത വ്യക്തിയുടെ മനസ്സിൽ ഈഗോ ഓട്ടോമാറ്റിക്കലി ഹർട്ടാവാണ്. പിന്നെ നെക്സ്റ്റ് എന്താണ്, എവിടെയെങ്കിലും വെച്ച് നെക്സ്റ്റ് കാണുമ്പോഴോ അല്ലെങ്കിൽ കാണണ്ട, ചിലപ്പോൾ നെക്സ്റ്റ് 2 days ഒക്കെ കഴിയുമ്പോഴോ ഈ ഇതുവരെ പൈസനെ പറ്റി ചോദിക്കാത്ത വ്യക്തി എന്തായാലും നമ്മുടെ പൈസയുടെ കാര്യം എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൈസ തിരിച്ച് കിട്ടിയിട്ടില്ല. അവിടെ വീട്ടിൽ പല ഇവൻസും ആഘോഷങ്ങളൊക്കെ നടത്താൻ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ആ കാശ് എനിക്ക് തിരിച്ച് തരാൻ മാത്രം അവൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഇതാണ് നമ്മുടെ മനസ്സിൽ തോന്നാം. ഇതാണ് പൈസ കടം കൊടുത്ത വ്യക്തിയുടെ മനസ്സിൽ തോന്നാം. ഓട്ടോമാറ്റിക്കലി തോന്നില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് തിരിച്ചു കൊടുക്കാനുള്ള കാശ് ഉണ്ടാവില്ല. ഓൾറെഡി ചിലപ്പോൾ വീട്ടിലെ ആഘോഷങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പൈസ പൊട്ടിച്ച് ഉള്ള കാശ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പറയും തരാടാ, ഒരു അവധി പറയും. അപ്പോൾ ഓൾറെഡി ഒരു അകൽച്ച അവിടെ സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ ആദ്യം ചോദിച്ച രീതിയിലാവില്ല സംസാരം ഉണ്ടാവുക. പിന്നെ കാണുമ്പോൾ കുറച്ചും കൂടി ക്രൂഷ്യലായ രീതിയിലായിരിക്കും സംസാരം ഉണ്ടാവുക. അത് ചിലപ്പോൾ വാക്ക് തർക്കങ്ങളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയായി ഇതായി ഭയങ്കര ഹാർഷായിട്ട് സംസാരിക്കും. സോ ഈഗോയെ അവിടെ ഹേർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് പോലും ചിലപ്പോൾ അവിടെ ഉണ്ടാവും പിന്നെ ഫ്യൂച്ചറിൽ. അങ്ങനെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും എവിടുന്നെങ്കിലൊക്കെ വീണ്ടും വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ കാശ് കടം മേടിച്ച് ഈ വ്യക്തിക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കും. ആ തിരിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഏത് നേരത്താണാവോ ഇവൻ്റെ എന്നൊക്കെ പൈസ കടം മേടിക്കാൻ തോന്നിയേ. ഇനി ആരുടെ നിന്നാണെങ്കിലും എന്ത് ചെയ്യില്ല, ഇവൻ്റെ നിന്ന് പൈസ മേടിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ 2 പ്രാക്കലും കൂടിയും കൊടുത്തിട്ടായിരിക്കും ഈ പൈസ തിരിച്ചു കൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ആരും പൈസ കൊടുക്കാൻ ഇല്ലാത്തൊരു സമയത്ത് ഈ വ്യക്തിയാണ് കൊടുത്തത്. ഓക്കെ, ബട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇവർ തമ്മിലുള്ള സൗഹൃദം ആകെ കയ്യിൽ നിന്ന് പോവാണ് ഉണ്ടാകുന്നത്. സോ ഇത് പലപ്പോഴും കടം കൊടുക്കുന്നവരും കടം മേടിക്കുന്നവരും തമ്മിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം, കടം മേടിക്കുന്നവർ, നിങ്ങൾക്ക് പൈസ തന്ന വ്യക്തിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല, കൂടുതൽ നിങ്ങൾക്ക് ആ സമയത്ത് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് ഈ വ്യക്തിക്ക് മനസ്സിലായതുകൊണ്ടാണ് ആ പൈസ തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം ഉണ്ടാകുന്ന എക്സസ് പൈസയില്ല പിന്നെ ഈ വ്യക്തിക്ക് തിരിച്ചു കൊടുക്കണ്ടേ, കടമായിട്ട് മേടിച്ച് തിരിച്ചു കൊടുക്കണ്ടേ. നിങ്ങൾക്ക് നെക്സ്റ്റ് പൈസ വരുമ്പോൾ ആദ്യം ഈ വ്യക്തിക്ക് പൈസ കടം കൊടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള പൈസയിൽ വേണം നിങ്ങളിനി ജീവിക്കാൻ. അതല്ലാണ്ട് നെക്സ്റ്റ് ഒരു ഇവന്റ് വരുന്നു, പ്രോഗ്രാം വരുന്നു, അല്ലെങ്കിൽ വീട്ടിലെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഈ ആഘോഷത്തിനൊക്കെ വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്ത് ഇപ്പുറത്ത് കടം കൊടുക്കാനുള്ള പൈസ തിരിച്ചു കൊടുക്കാണ്ട് ഇരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടി കൂടി വരണല്ലോ. ഓട്ടോമാറ്റിക്കലി അപ്പുറത്തുള്ള ആൾക്ക് തോന്നില്ലേ,
നമുക്ക് തരാൻ മാത്രമേ പൈസ ഇല്ലാത്തുള്ളൂ എന്നുള്ളത് തോന്നില്ലേ? അത് ഉണ്ടാവുന്നൊരു കാര്യമല്ലേ? അപ്പോൾ കടം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾ നിർബന്ധമായും അത് ഓൺ ടൈമിൽ തിരിച്ചു കൊടുത്തിരിക്കണം. നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം സമയത്ത് നിങ്ങളെ സഹായിച്ച വ്യക്തിയോട് നിങ്ങൾക്ക് മിനിമം ഈ ഒരു കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. നമ്പർ 1. നമ്പർ 2, കടം കൊടുക്കുന്നവര് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാ. എന്താണ് ശ്രദ്ധിക്കേണ്ടേ? നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് യൂഷ്വലി ബാങ്കുകളുടെ കേസ്, ഞാൻ ഹ്യൂമാനിറ്റേറിയനേക്കാൾ ഉപരി വേറൊരു കാര്യം കൂടിയും ഇവിടെ സൂചിപ്പിക്കുകയാണ്. ബാങ്കുകൾ നിങ്ങൾക്ക് പൈസ തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്തിട്ടേ പൈസ തരുള്ളൂ. എന്ന് വെച്ചാൽ അവിടെ എന്താണ് ബാങ്ക് നോക്കുക? റീപേയിങ് കപ്പാസിറ്റി. കടം മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൈസ തരുള്ളൂ. അല്ലെങ്കിൽ വല്ല ഈട് വെക്കണം, സെക്യൂർഡ് ആയിട്ടുള്ള ലോൺ, അത് ഗോൾഡ് ആവാം, അല്ലേ, നിങ്ങളുടെ വീടിൻ്റെ ആധാരമാവാം. അപ്പോൾ നിങ്ങൾ അടച്ചില്ലെങ്കിലും അവരത് വിറ്റ് പൈസ മേടിച്ചോളും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലാവട്ടെ ആർക്കും ആവട്ടെ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്പർ 1, ആ വ്യക്തിക്ക് ഈ പറയുന്ന സമയത്തിനുള്ളിൽ തിരിച്ചു നൽകാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പൈസ കൊടുക്കുക. അല്ലെങ്കിൽ ഈ പണിക്ക് പോരുത്. നമ്പർ 1. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. എപ്പോൾ കൊടുക്കാം? നിങ്ങൾക്ക് ഈ പൈസ കൊണ്ട് ഫ്യൂച്ചറിൽ ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ പൈസ എനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് വേണ്ട, നമ്മൾ അവന് കൊടുക്കുകയാണ്, അവന് ഈ ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ കൊടുക്കുകയാണ്, ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ എക്സ്പെക്ട് ചെയ്യുന്നില്ല, അങ്ങനെ കൊടുക്കുക. ദെൻ പിന്നെ അവൻ പൈസ തിരിച്ച് തന്നാൽ ഓക്കെ, നമുക്ക് സന്തോഷമുള്ളൂ, മേടിക്കാം. അതല്ലാണ്ട് നമ്മളത് എക്സ്പെക്ട് ചെയ്തിരിക്കരുത്. നിങ്ങൾ ആ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ തിരിച്ചു തരുന്നവരുണ്ടാകും. ചിലപ്പോൾ ആദ്യം തിരിച്ചു തരും, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവുന്ന അവൻ മേടിച്ച പൈസ കറക്റ്റായിട്ട് തിരിച്ചു തന്നു, അപ്പോൾ വീണ്ടും അവൻ കടം ചോദിച്ച് നമ്മൾ കൊടുക്കും. പിന്നെയായിരിക്കും ചിലപ്പോൾ ഈ സംഭവം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കണം, നിങ്ങൾ ഒരു പ്രാവശ്യം കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് തിരിച്ചു തന്നു എന്ന് വിചാരിച്ചിട്ട് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ആ സമയത്ത് കിട്ടണമെന്നില്ല. കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണ്, ഈ പൈസ തിരിച്ച് കിട്ടിയിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, അത് എൻ്റെ സൗഹൃദത്തിൻ്റെ പുറത്തിൽ ഞാൻ എന്ത് ചെയ്തു കൊടുത്തതാണ്. ഇനിയിപ്പോൾ അത് തന്നില്ലെങ്കിലും ഞാനും അവനും തമ്മിലുള്ള ഒരു ബന്ധത്തിനൊരു പ്രശ്നവും ഉണ്ടാകില്ല. അങ്ങനെ വിചാരിച്ച് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മാറ്റർ വേണമെങ്കിൽ ആ സമയത്ത് തന്നെ അവൻ്റെ അടുത്ത് പറയാം, ഞാൻ നിനക്ക് പൈസ ഒന്നും വെച്ചിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവരുത്. ഇങ്ങനെയൊക്കെയാണ് യൂഷ്വലി ആൾക്കാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണം, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. അപ്പോൾ ഇങ്ങനെ കടം കൊടുക്കുന്നവനും കടം മേടിക്കുന്നവനും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബന്ധങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല. അതല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ പൈസയുടെ പേരിൽ പലപ്പോഴും തെറ്റിപ്പിരിയുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. നിങ്ങളുടെ ലൈഫിലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ പറയാം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.